ട്രാവൽ ഫ്രണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും ക്ഷണിക്കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിലാണ്. കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരെ വീഡിയോ കാണുക, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ വിജയിപ്പിക്കുക. ഒക്കെ നേരെ വീഡിയോയിലേക്ക്. അപ്പുറ ഭാഗത്ത് കുറച്ച് സ്റ്റാളുണ്ട്, നമുക്ക് അതും കൂടെ കണ്ടു. കാരണം ഗുണാകേവ് കയറാൻ നടക്കുന്ന കാരണം ഇന്നിപ്പോൾ കയറി കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും. പിന്നെ ആ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇറങ്ങിയേക്കണം. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പുറം കുറച്ച് സ്റ്റാൾ വന്നിട്ടുണ്ട്. ഈ പിന്നെ ഡ്രസ് കളക്ഷൻസ്, ജോധ്പൂരി, പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാം. അടിപൊളിയായിരിക്കും എന്തായാലും. ഇതുണ്ടോ ഞാനും പോകുന്ന വഴിയുടെ സൈഡ് കണ്ടോ, മരത്തിലൊക്കെ ഇഷ്ടംപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെല്ലാൻ പോകുന്നത് ആ ഒരു സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണാൻ തരും കേട്ടോ. ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് ആണത്, 2024. ഈ കാണുന്നത് കുറച്ച് ഫലവൃക്ഷ തൈകളും പിന്നെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല, ചെറിയ റേറ്റ് ഉള്ളൂ പോലെ പൊതുവെ. ഇതെല്ലാം അച്ചാറുകളാണ്. അത് നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് ഉള്ള രീതിയിലാണ് അവർ അച്ചാറൊക്കെ. അതുപോലെ കണ്ണിമാങ്ങ ഉണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടായിട്ടത്. പക്ഷെ നമ്മുടെ ഒരു തനതായ ടേസ്റ്റ് അല്ല, എന്നാലും വ്യത്യസ്തമായ രുചി തന്നെയാണ്. ഇവിടെ കാണുന്ന തുണിത്തരങ്ങൾ ഒരു 100 രൂപ തൊട്ട് മേളിലാണ് കേട്ടോ. അതൊരു പിന്നെ 200-ൻ്റെ പിന്നെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലേഡീസ് വെയേഴ്സ് ഉണ്ട്, ജെൻസ് വെയേഴ്സ് ഉണ്ട്, കുട്ടികൾക്കുള്ള എല്ലാം ഉണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് ഒരു ചെറിയ നല്ലൊരു വിലക്കുറവ് തന്നെയാണ് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ കേട്ടോ. പിന്നെ മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽസ് തന്നെയാണ്. ഷർട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കണ്ടിട്ട് അടിപൊളിയാണ്. സാധാരണ നമുക്കൊരു റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്വാളിറ്റി വ്യത്യാസം വരും. പക്ഷേ ഇതിനകത്ത് ക്വാളിറ്റിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും ഒരു സൈഡ് മൊത്തം ബാഗുകളാട്ടോ. ലേഡീസ് ബാഗാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാലും വലിയ ബാഗൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള ബാഗൊക്കെ ഉണ്ട്. ഇതൊരു 300 രൂപ പ്രൈസ് റേഞ്ച് തൊട്ട് മേളിലേക്ക് കേട്ടോ. 300, 350, 400 ആ റേഞ്ചൊക്കെയാണ് കൂടുതൽ. വളരെ അടിപൊളിയാണ്. ഈ സാരികളൊക്കെ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള സാധനങ്ങളാട്ടോ. മെറ്റീരിയലും അവരൊരു ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് കൂടുതൽ വരുന്നത്. കോട്ടൺ കുറവാണ് എൻ്റെ ഞാൻ കണ്ടത്.
പക്ഷേ ഈ ബാക്കിയുള്ള ഡ്രസ്സസ് എല്ലാം തന്നെ നല്ല കോട്ടൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാരിയിൽ വ്യത്യസ്തമായ ഒരു സംഭവങ്ങൾ തന്നെ, രാജസ്ഥാനി ടൈപ്പുണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തി ടൈപ്പുണ്ട്, അതൊക്കെയാണ് സാരിയിൽ കൂടുമെന്ന്. പക്ഷേ ടോപ്പൊക്കെ നല്ല കളർഫുള്ളാട്ടോ, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവിടെ, നിറച്ചുണ്ട്, ഏത് ടൈപ്പും ഉണ്ട് അവിടെ എന്തായാലും. അതുപോലെ തന്നെ ഈ ക്ലോത്തിനൊക്കെ കൂടുതലും, അതായത് ഡ്രസ്സിനൊക്കെ ഒരു 200 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 200, 300, 400 ആ റേഞ്ചിൽ തന്നെ കിട്ടുകയും ചെയ്തു. അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്, എന്തായാലും നമുക്ക് വിശ്വസിച്ച് എടുക്കാം. എന്തായാലും നല്ല കളക്ഷൻസാണ്, നല്ല കളർഫുള്ളാണ് സംഭവം. ഇങ്ങനെ കാണുന്നില്ല, നല്ല കളർഫുള്ളാണ് അവിടെ. ഇതുണ്ടോ, കാശ്മീരി കുർത്തീസുകളാണ്, ഒരു 700 തൊട്ട് മുകളിലേക്കാണ്. എൻ്റെ ഒരു ക്വാളിറ്റിയും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. നല്ല കളർഫുള്ളാണ് അവിടെ, ഒരു മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് എന്തായാലും കാണാനും. വെറൈറ്റി ആയ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്തായാലും. ഈ ബാഗിൻ്റെ കളക്ഷനാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. ഒത്തിരി ബാഗുണ്ട്, ലേഡീസിനെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ തോന്നും, കാരണം അടിപൊളി കളക്ഷനാണ്, ഒരു രക്ഷയില്ലാത്ത സ്റ്റൈല് സാധനം. ഞാൻ ഒരെണ്ണം വാങ്ങി കേട്ടോ, വൈഫിനോട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയാണ് എന്തായാലും. പല ടൈപ്പിലുള്ള വുഡനിൽ തീർത്ത നെയിം ബോർഡുകളുണ്ട്, മാത്രമല്ല പിന്നെ ബുക്സ് ഉണ്ട്, പിള്ളേർക്കുള്ള കളർ ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകളുണ്ട്. അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ പിക്കിൾസിൻ്റെ തന്നെ വെറൈറ്റികളുണ്ട്, പിന്നെ നാടൻ തേന്, അങ്ങനെ ഒരുപാട് സ്റ്റാൾസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും, കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പല ടൈപ്പ് സാധനം നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു വിശാലമായ ഒരു ഏരിയ ഉണ്ടോ, എന്തായാലും നമ്മൾ മിസ് ചെയ്യരുത്. ഈ ഒക്ടോബർ 6 വരെയാണ് നമുക്കിവിടെ ഈ ഒരു സ്റ്റാളുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും വരും മാക്സിമം